അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ പാഠം അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞതായ പാഠം നല്ല രീതിയിൽ പഠിക്കുകയും അതിൻ്റെ ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തവരാണ്. ഇതിപ്പോൾ സലാം പറയുക എന്നതിനെ കുറിച്ചിട്ടുള്ളതായൊരു പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് നമ്മൾക്ക് കിതാബെന്ന് വായിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും. സഫീർ, ഷമീം, ഈ രണ്ടാളുകളുടെ സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. സഫീർ, നിന്റെ അമ്മാവനാണല്ലോ ആ ഇരിക്കുന്നത്. ഷമീം, അതെ, അമ്മാവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷമീം സലാം ചൊല്ലി വലത് കൈനീട്ടി മുസാഫത്ത് ചെയ്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാവൻ സലാം മടക്കി. രണ്ടുപേരും സംസാരിച്ചു. ശേഷം സലാം ചൊല്ലി പിരിഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചത്? സഫീർ അമ്മാവനാണല്ലോ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു. അത് അമ്മാവനാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് അവർ സലാം പറഞ്ഞു. സലാം പറയാൻ നിങ്ങൾക്കറിയില്ലേ? എങ്ങനെയാ സലാം പറയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതിനൊക്കെ എങ്ങനെയാ സലാം എടുക്കല്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൈ കൊടുക്കുകയും മുസാഫത്ത് ചെയ്യുകയും ചെയ്യണം. ഇത് രണ്ട് വളരെ പ്രധാനപ്പെട്ടതായ വിഷയമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത്. ഷഫീർ, നിന്റെ അമ്മാവനോട് നീ സലാം പറയാറുണ്ടോ എന്ന് ചോദിച്ചു. ഷമീം, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തന്ന മുസ്ലിമുകൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയല്? മുസ്ലിമീങ്ങൾ, ഒരു മുസ്ലിമായ മനുഷ്യൻ പിന്നൊരു മുസ്ലിമായ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. സഫീർ, മുസ്ലിമുകൾ തമ്മിൽ കടമകളുണ്ടോ? ഷമീം, അതെ, 6 കടമകളുണ്ട്. പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ് സലാം പറയൽ. മൊത്തത്തിൽ മുസ്ലിമുകൾ തമ്മിലുള്ളതായ കടമകൾ എത്ര എണ്ണമുണ്ട്? 6 കടമകളാണുള്ളത്. ഓക്കെ അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒരു കടമയാണ് സലാം പറയൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. സഫീർ, ഇവയെല്ലാം നിനക്കറിയാമോ? ഷമീം, അതെ, അറിയാം. നാം മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? കണ്ടുമുട്ടിയാൽ സലാം പറയുക. ഇത് പ്രധാനപ്പെട്ട കടമകളാണ്. നമ്മൾ പഠിക്കൽ നിർബന്ധമായ വിഷയമാണിത്. ഈ പാഠത്തിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന വിഷയമാണ്. കണ്ടുമുട്ടിയാൽ സലാം പറയുക. ഓക്കെ അല്ലേ? ഒരു മുസ്ലിമായ മനുഷ്യൻ പിന്നൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയണം. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ആരെങ്കിലും കല്യാണത്തിന്, അല്ലെങ്കിൽ മൗലിദ് പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നല്ല ഒരു സദസ്സിലേക്ക്, അവരുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ പോകണം. ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. വല്ലതും അവർ ഉപദേശിക്കാൻ വേണ്ടി വല്ലതും ആവശ്യപ്പെട്ടു, അപ്പം നല്ല ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടത്. മോശമായ ഉപദേശം കൊടുക്കാനും പാടില്ല. തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തസ്മിയത്ത് ചൊല്ലുക. ഒരാൾ അക്ഷി എന്ന് പറഞ്ഞിട്ട് എന്തായി? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവിടെ തസ്മിയത്ത് ചൊല്ലണം. തസ്മിയത്ത് എന്ന് പറഞ്ഞാലേ യർഹമുകല്ലാഹ് എന്ന് പറയണം. രോഗിയായാൽ സന്ദർശിക്കുക. ആരെങ്കിലും രോഗത്തിൽ കഴിയുകയാണെങ്കിൽ അവർ പോയി സന്ദർശിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ കടമയിൽപ്പെട്ടതാണ്. മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക. ആരെങ്കിലും നമ്മളുടെ കുടുംബത്തിലോ അയൽവക്കത്തോ നാട്ടിലോ അടുത്ത നാടുകളിലോ ഒരു മുസ്ലിമായ മനുഷ്യനാണ് മരണപ്പെട്ടത് എന്ന് മനസ്സിലായാൽ അവിടെ സംസ്കരണ കർമ്മങ്ങൾ, മയ്യത്ത് നോക്കുകയും അതിനെ കുളിപ്പിക്കുകയും അതിനെ കഫൻ ചെയ്യുകയും അതുപോലെ തന്നെ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും മറവു ചെയ്യുകയും ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് മുസ്ലിമിൻ്റെ കടമയിൽപ്പെട്ടതാണ്. സഫീർ, 6ൽ 1 സലാം പറയൽ. ഷമീം, അതെ, ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു താല പറഞ്ഞു മലക്കുകൾക്ക് സലാം പറയുക. ആദം നബി അലൈഹി സ്വലാം സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ സലാം മടക്കി.
അപ്പോൾ തുടക്കത്തിലുള്ള മനുഷ്യനാണ് ആദം നബി അലൈഹിസ്സലാം. ആ ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞ് മലക്കുകൾക്ക് സലാം പറയാൻ. അങ്ങനെ എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാം മലക്കുകൾക്ക് സലാം ചൊല്ലി. മലക്കുകൾ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാം മടക്കി, അല്ലേ? അങ്ങനെ സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും. സലാം പറഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ചെറിയ ഗുണങ്ങളല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. ആകെ 2-3 ലഫ്ളുകളെ കൊണ്ട് ഒതുങ്ങുന്നതായ സലാം എന്ന് പറയുന്നതായ ഈ ഒരു വാക്യത്തിനിക്ക് വല്ലാത്ത മഹത്വമുണ്ടെന്നാ. പരസ്പരം കാണുമ്പോൾ സലാം പറഞ്ഞാൽ സ്നേഹങ്ങൾ അധികരിക്കും, നന്മയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉണ്ടാകും, നന്മ ഹൈറാത്തുകൾ ഉണ്ടാകും, ബർക്കത്തും കൊണ്ടുവരും. അതുപോലെ തന്നെ അഭിവൃദ്ധി ഉണ്ടാകും, നല്ല കാര്യങ്ങളിൽ അഭിവൃദ്ധികൾ ഉണ്ടാകും. സലാം പറയലേ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ്. നമ്മൾ സലാം പറയലേ സുന്നത്താണ്. അതേസമയത്ത് പിന്നൊരാൾ സലാം പറഞ്ഞാൽ അതിനെ നമ്മൾ മടക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട്, നല്ല കൂലി കിട്ടുന്ന കാര്യമാണ്. സഫീർ, ആർക്കാണ് സലാം പറയേണ്ടത്? അല്ലേ, നിങ്ങൾക്കൊരു സംശയമില്ല ആർക്കൊക്കെ നമുക്ക് സലാം പറയാന്ന്? ആർക്കാണ് സലാം പറയേണ്ടത്? നോക്കൂ, നിങ്ങൾ വാഹനത്തിൽ പോകുന്നവൻ, നടക്കുന്നവനും. വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ കാറിൽ യാത്ര പോവുകയാണ്. അപ്പോൾ റോഡ് സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടു, അയാളോട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് പറയാം. നടക്കുന്നവൻ, ഇരിക്കുന്നവനും. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്താണ് ഒരു വ്യക്തി അവിടെ ഇരുന്നിരിക്കുകയാണ്. ആ ഇരുന്ന വ്യക്തിയോട് സലാം പറയണം. ചെറിയവൻ വലിയവനും, ചെറിയ മനുഷ്യർ കുട്ടികളൊക്കെയും മുതിർന്നതായ ആളുകളോട് സലാം പറയണം. പള്ളിയിൽ വരുമ്പോൾ, മദ്രസയിലേക്ക് വരുമ്പോൾ, മുതിർന്ന ആളുകളെ കാണുന്ന സമയത്തൊക്കെയും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് ഇത്ര പറയാം. അതിൽ നമ്മൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഒന്നും നഷ്ടപ്പെടില്ല. ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. 3 ആളുകൾ ഒരു കൂട്ടമായിട്ട് നടക്കുകയാണ്. മറുവശത്ത് 5 ആളുകൾ ഇങ്ങോട്ടും കടന്നു വരികയാണ്. ആ സമയത്ത് ഈ 3 ആളുകൾ ഒരുമിച്ച് കൂടിയതായ ഈ സംഘമാണ് 5 ആളുകൾ ഒരുമിച്ച് കൂടിയതായ സംഘത്തിനോട് സലാം പറയേണ്ടത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് സലാം പറയേണ്ടത്. ഇനി ഫാസിക്കിനും മുബ്തദിനും സലാം പറയരുത്. ഫാസിക്ക് എന്ന് പറഞ്ഞാൽ തമ്മാടിയായ മനുഷ്യൻ, എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്. മുബ്തദി എന്ന് പറഞ്ഞാൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് തുടങ്ങിയിരിക്കുന്നതായ നബിത്തങ്ങളുടെ വിരുദ്ധ കക്ഷികളായ, സുന്നത്ത് ജമാഅത്തിൻ്റെ എതിർ കക്ഷികളായ ആളുകൾ. അവരോട് സലാം പറയാനേ പാടില്ല. നമ്മളുടെ അടുത്ത കുടുംബക്കാരാണെങ്കിലും ശരി, മുബ്തദി ആണോ, മുജാഹിദ് ആണോ, ജമാഅത്ത് ഇസ്ലാമി ആണോ, സലഫി ആണോ, ഖാദിയാനി ആണോ, സലാം പറയാനേ പാടില്ല. മടക്കുകയും വരുത്. ഇനി അവർ വന്നുകൊണ്ട് നമ്മളോട് സലാം പറഞ്ഞാലോ നമ്മൾ മടക്കാനും പറ്റൂല. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള നൂതനാശയക്കാർ എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നവർ, അവരാണ് മുബ്തദികൾ. അവർക്ക് നബിത്തങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. മൗലിദ് കഴിക്കൂല, റാത്തീബ് കഴിക്കൂല, കുത്തുബിയത്ത് കഴിക്കൂല, സ്വലാത്ത് ചെല്ലാൻ വലിയ താല്പര്യമില്ല. മക്കാമിൻ്റെ അടുക്കൽ സിയാറത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്ത വിഭാഗം ജനങ്ങളാണ് ഈ പറഞ്ഞതായ മുജാഹിദ്, തബ്ലീഗ് ജമാഅത്തുകൾ എന്ന് പറഞ്ഞാൽ. അവരോട് സലാം പറയാനും പാടില്ല, അവർ പറഞ്ഞാൽ നമ്മൾ മടക്കാനും പാടില്ല. ഓക്കെ അല്ലേ? മലമൂത്ര വിസർജനം ചെയ്യുന്നവർ, ഒരാളെ ടോയ്ലറ്റിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ പോയി ആരെങ്കിലും സലാം പറയുക? അവിടെ നമ്മൾ സലാം പറയാൻ പാടില്ല. ശൗചം ചെയ്യുന്നവർ, അങ്ങനെ മൂത്രമൊഴിച്ചിട്ട് കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സലാം പറയാൻ പാടില്ല. നിസ്കരിക്കുന്നവർ, ഒരാൾ കൈകെട്ടിട്ട് അല്ലാഹു തആലക്ക് കൊണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളോട് സലാം പറയാൻ പറ്റുമോ? ഇല്ല. അസാനോ ഇക്കാമത്തോ വിളിക്കുന്നവർ, ഒരാൾ വാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇക്കാമത്ത് കൊടുക്കുകയാണ്, ആ സമയത്ത് അവരോട് സലാം പറയാൻ പാടില്ല. വല്ലതും കുടിച്ചു കൊണ്ടിരിക്കുന്നവർ, ഒരാൾ വെള്ളം കുടിക്കുകയോ ചായ കുടിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നുണ്ട്, അവരോട് സലാം പറയാൻ പറ്റൂല. വായിൽ ഭക്ഷണമുള്ളവർ, അല്ലേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സലാം പറയാൻ പാടില്ല. ചിലപ്പോൾ അയാൾ എന്താക്കും, നമ്മൾ സലാം കേട്ടിട്ട് പെട്ടെന്ന് മടക്കും, അപ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി പ്രയാസപ്പെടും. അപ്പം അത്തരത്തിലുള്ളതായ ദുരന്തങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാനും
അത് സുരക്ഷിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുമാണ് ആ സമയത്തൊക്കെ സുന്നത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ വായിൽ ഉള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല. മടക്കൽ അവർക്ക് നിർബന്ധവുമില്ല. ഓക്കെ അല്ലേ? സഫീർ ജസാഖല്ലാഹു ഖൈറൽ ജസാ. അങ്ങനെ അവരുടെ യാത്ര, ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. ഷമീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സഫീർ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഫ്ശുസ്സലാമ ബൈനക്കും. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കുക. അത്തദ്രീബാത്ത് നോക്കൂ നിങ്ങൾ. നഖ്റ വനഫ്ഹം. ഖാലുൻ അമ്മാവൻ, സല്ലമ സലാം പറഞ്ഞു, മുബ്തദിയുൻ നവീനവാദി, ഫാസിഖുൻ വന്തോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവൻ, സഗീറുൻ ചെറിയവൻ, റദ്ദ സലാം മടക്കി, മരീദുൻ രോഗി, കബീറുൻ വലിയവൻ. ഹുബ്ബുൻ സ്നേഹം, ഖൈറൽ ജസായി ഏറ്റവും നല്ല പ്രതിഫലം, ഹുഖൂഖുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമകൾ, ജസാഖല്ലാഹ് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, തസ്മീത്ത് യർഹമുക്കല്ലാ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നഫ്ഹമുൽ മഅന, അർത്ഥങ്ങൾ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആലയുടെ രക്ഷയും അനുഗ്രഹവും ബർക്കത്തുകളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഇത് സലാം പറയുന്നതിൻ്റെ അർത്ഥമാണ്. അതിനെ മടക്കിയാലും ഇതേ അർത്ഥങ്ങളുള്ളതായ ഒരു ദുആ കൂടി നമുക്ക് കിട്ടുമെന്നാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊന്ന് നോക്കാം. നുജീബ് ഉത്തരം പറയുക. 1. മുസ്ലിമുകൾ തമ്മിലുള്ള പ്രധാന കടമകൾ എത്ര? 6 കടമകൾ. സലാം പറയുന്നതിൻ്റെ വിധി എന്ത്? സുന്നത്ത്. സലാം അടക്കുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധം. സലാം പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും, നന്മയും ബർക്കത്തും കൊണ്ടുവരും. 5. മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഏതെല്ലാം? കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, രോഗിയെ സന്ദർശിക്കുക. തസ്മിയത്ത് എന്നാൽ എന്ത്? യർഹമുക്കല്ലാ എന്ന് പറയലാണ്. മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ ഏതെല്ലാം? കണ്ണടച്ച് കൊടുക്കുക, താടി കെട്ടുക, കൈകാലുകൾ മയപ്പെടുത്തി കൊടുക്കുക, കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. ഇത്രയാണ്. മുബ്തദി ആരാണ്? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് പോലെയുള്ളവർ. ഫാസിഖ് എന്ന് പറയുന്നത് ആർക്ക്? വന്തോഷം ചെയ്യുന്നവന്, ചെറുദോഷം പതിവായി ചെയ്യുന്നവൻ. നംലഉൽ ഫറാഗ്, വായിൽ ഭക്ഷണം ഉള്ളവനോട് സലാം പറയൽ സുന്നത്തില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സലാം പഠിപ്പിച്ചു കൊടുത്തു. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. സലാം പറയുന്നതിനും അടക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം സലാം ചൊല്ലി മലക്കുകൾ സലാം അടക്കി. തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേട്ടവൻ യർഹമുക്കല്ലാ പറയണം. നസ്ൽ സലാം പറയണം. വാഹനത്തിൽ പോകുന്നവർ, നടക്കുന്നവർ ഇരിക്കുന്നവർക്ക്, ചെറിയവർ വലിയവർക്ക്, ചെറിയ സംഘം വലിയ സംഘത്തിന്. നുൻഷ്യൽ ജുമാൽ, പദങ്ങൾ നമ്മൾക്ക് വാക്യങ്ങളായി ഉണ്ടാക്കാം. വർദ്ധിപ്പിക്കും. സലാം സ്നേഹം വർദ്ധിപ്പിക്കും. പഠിപ്പിച്ചു. അള്ളാഹു ആദം നബിക്ക് സലാം പഠിപ്പിച്ചു. പറയാറുണ്ട്. കണ്ടുമുട്ടിയാൽ സലാം പറയാറുണ്ട്. അടുത്തെത്തി. അമ്മാവൻ്റെ അടുത്തെത്തി. അല്പസമയം സംസാരിച്ചു. ഓക്കെ അല്ലേ? നുഇത്ത് ഫിക്റത്തൻ, സലാം പറയുന്നതിൻ്റെ വിധിയും ഗുണങ്ങളും. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. സലാം പറയുക എന്നുള്ളത് സുന്നത്താണ്. സലാം അടക്കൽ നിർബന്ധമാണ്. സത്യവിശ്വാസികൾക്കിടയിൽ സലാം പറയൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാം അധികരിക്കും? ഒരുപാട് നന്മകളും ബർക്കത്തുകളും സ്നേഹവും അധികരിപ്പിക്കും. അതേപോലെ അതിനോട് ചേർത്തി വാഹനത്തിൽ പോകുന്നവർ നടക്കുന്നവൻ ഇരിക്കുന്നവനും, ചെറിയവൻ വലിയവനും, ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത് എന്നിങ്ങനെ എഴുതി ആ ഒരു കോളം ഫില്ല് ചെയ്യേണ്ടതാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ സലാം പറയാനും മടക്കാനും കൂടുതൽ നന്മകൾ അധികരിപ്പിക്കാനും
നമ്മൾക്കും കുടുംബാംഗങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.